Dear friends, today's class is about rules regarding carry forward of losses. In our previous video, we have discussed in detail about set of losses. What are the various rules regarding set of losses? Today, we have to discuss what about the rules regarding carry forward of losses. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട തേർഡ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയുമായി ബന്ധപ്പെട്ട് ചില ഡൗട്ടുകളും ചില ക്ലാരിഫിക്കേഷൻസൊക്കെ കമൻറ്റുകളായിട്ടും മറ്റും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഫസ്റ്റ് വീഡിയോയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിസ്കസ് ചെയ്ത സമയത്ത് for deciding the residential status of an individual, there are two basic conditions and two additional conditions. വിശദമായിട്ട് നമ്മളവിടെ പറഞ്ഞിരുന്നു. അഡീഷണൽ കണ്ടീഷൻ നമ്പർ 1 പറഞ്ഞ സമയത്ത് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 previous years immediately preceding the relevant previous year. ഇതാണ് അഡീഷണൽ കണ്ടീഷൻ 1. അവിടെ കഴിഞ്ഞ വീഡിയോയിൽ റെസിഡൻ്റ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. 2 out of 10 years എന്ന് മാത്രം പറഞ്ഞത് പോയതുകൊണ്ട് ചില ആളുകൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നത്. അവിടെ റെസിഡൻ്റ് എന്ന വാക്ക് കൂട്ടിച്ചേർക്കണം. അതായത് 10 വർഷത്തിനുള്ളിൽ 2 വർഷം അയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയാൽ മതി. അതായത് റെസിഡൻ്റ് ആവാനുള്ള റൂള് നമുക്കറിയാം. ഹി സാറ്റിസ്ഫൈസ് എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻസ്. അങ്ങനെ ഏതെങ്കിലും 2 വർഷം റെലവൻ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 പ്രീവിയസ് ഇയർ പരിശോധിക്കുമ്പോൾ 2 വർഷം അയാളുടെ റെസിഡൻ്റ് ആയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ റൂൾസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് പറഞ്ഞ സമയത്ത് ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി സെറ്റ് ഓഫ് വിത്ത് എനി അതർ ഹെഡ്സ്, വിത്ത് ഓൾ ഹെഡ്സ്. അവിടെ ഒരു ലിമിറ്റ് പറയേണ്ടതായിട്ടുണ്ട്. 2 lakhs ഒരു ലിമിറ്റ് അവിടെ പറയപ്പെടുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയിരുന്നു. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എല്ലാ ഹെഡുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിലും അവിടെ ഒരു ലിമിറ്റ് പറയപ്പെടുന്നുണ്ട്, ₹2 lakhs. അതും കൂടെ ഓർമ്മിക്കുക. മറ്റൊന്ന്, റൂൾസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് പറയുന്ന സമയത്ത് അതിലൊരു പോയിൻ്റായിരുന്നു ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റൈസസ്. അവിടെ കൺസെപ്റ്റ് വിശദീകരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഹൈലൈറ്റായി കാണിച്ചപ്പോൾ ബെറ്റിംഗ് എന്ന വാക്ക് അവിടെ പ്രയോഗിച്ചു പോയിരുന്നു. അതും ജസ്റ്റ് തിരുത്തണം. കാരണം ബെറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ലിങ്കാണ്. ആ ഒരു എക്സ്പെൻസുകൾ ഇവിടെ അലോട്ടഡ് അല്ല. അതുകൊണ്ട് ബെറ്റിംഗ് എന്ന വാക്ക് തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് ഹോഴ്സ് റൈസ് എന്നുള്ളിടത്ത് ബെറ്റിംഗ് എന്ന് വന്നതാണ്. കറക്റ്റ് വരുന്നത് ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റൈസസ് എന്നാണ്. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ വന്ന ബെറ്റിംഗ് എന്ന വാക്കും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. അതായത് സ്പെസിഫൈഡ് ബിസിനസ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. What about specified business? Specified business under Accounting Standard Board. Accounting Standard Board പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ്സുകളാണ്. ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ്സുകളെ കുറിച്ചാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യത്യാസമുണ്ട്. അതും കൂടെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുന്നത് കമ്പനി സെറ്റപ്പ് ഫോർ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, agricultural produce, sugar cane,
എറ്റ്സെട്ര ഇങ്ങനെയുള്ള ബിസിനസ്സുകളെയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സ്പെസിഫൈഡ് ബിസിനസ്സായിട്ട് എണ്ണപ്പെടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഇൻഷുറൻസ് ആക്ട് പ്രകാരം, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികൾ, അതേപോലെ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനീസ്, ലീസിംഗ് ബിസിനസ്, ഇങ്ങനെ പബ്ലിക് കോർപ്പറേഷൻസ് കമ്പനികളുടെ ലിസ്റ്റ് പറഞ്ഞിരുന്നു. അത് സ്പെസിഫൈഡ് ബിസിനസ് തന്നെയാണ്, എന്നാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ് അല്ല. അത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് പ്രകാരം ഉള്ള സ്പെസിഫൈഡ് ബിസിനസ്സാണ്. ആ കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കുക. ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത അപ്ഡേഷൻ ഇയർലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഓരോ ഫിനാൻഷ്യൽ ഇയറിലും വല്ലതും അപ്ഡേഷൻ നടന്നിട്ടുണ്ടാവും. അപ്ഡേഷൻ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അറ്റ്മോസ്റ്റ് കെയർ ഷുഡ് ബി ടേക്കൺ വൈൽ ഡീലിംഗ് വിത്ത് ദ റൂൾസ് റിഗാർഡിംഗ് ഇൻകം ടാക്സ്. ഓക്കെ, ഇപ്പോൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. വാട്ട് അബൌട്ട് carry forward of losses? What are the rules regarding carry forward of losses? If an assessee cannot set off losses, he can engage with carry forward of losses. Carry forward of losses is possible only if he cannot set off. You know, set off may be inter source set off and inter head set off. If inter source set off and inter head set off are not possible, an assessee can carry forward the losses to the next financial year. That is carry forward of losses. Set off എന്ന് പറഞ്ഞാൽ സെയിം ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ സെയിം ഹെഡിൽ വരുന്ന ഇൻകവുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഹെഡുകളിൽ നിന്നുള്ള ഇൻകമായിട്ടോ അതത് വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടാക്സ് പെയർക്ക് സെറ്റ് ഓഫ് സാധ്യമായില്ല എങ്കിൽ, അതായത് പർട്ടിക്കുലർ ഇയറിൽ ഇൻകം അവൈലബിൾ അല്ല എന്ന് വിചാരിക്കുക. ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസൊക്കെ മാനിച്ചുകൊണ്ട് പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ അതത് വർഷങ്ങളിൽ സെറ്റ് ഓഫ് പോസിബിൾ അല്ല എങ്കിൽ, അനുവദനീയമായ വരുമാനം ലഭ്യമല്ല എങ്കിൽ, ഹി ക്യാൻ ക്യാരി ഫോർവേഡ് ദ ലോസസ്. നെക്സ്റ്റ് ഇയറിലേക്ക് ആ ഒരു ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഹിയർ അണ്ടർലൈൻ ദ സെൻറ്റൻസ് ക്യാരി ഫോർവേഡ് ലോസസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി എഗെയിൻസ്റ്റ് ദ സെയിം ഹെഡ് ഓഫ് ഇൻകംസ്. ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യപ്പെട്ട ലോസുകൾ സെയിം ഹെഡ് ഓഫ് ഇൻകം ആയിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സെറ്റ് ഓഫ് പോലെയല്ല ക്യാരി ഫോർവേഡ്. ക്യാരി ഫോർവേഡഡ് ലോസസ്, സെറ്റ് ഓഫ് ലോസിനെ സെറ്റ് ഓഫ് ചെയ്യുന്നത് പോലെയല്ല ക്യാരി ഫോർവേഡഡ് ലോസിനെ സെറ്റ് ഓഫ് ചെയ്യുന്നത്. അവിടെ ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇൻ കേസ് ഓഫ് ക്യാരി ഫോർവേഡഡ് ലോസസ്, inter head adjustment is not possible. Only inter source adjustment is possible. That is the point. Okay, now we have to check what are the various rules regarding carry forward of losses. Before discussing in detail about the rules regarding carry forward of losses, underline one more point. For availing the benefit of carry forward of losses, an assessee should file return on due date. That is the point. An assessee must file return on due date. ഇങ്ങനെ ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എന്ന ഒരു ബെനിഫിറ്റ് അനുഭവിക്കണമെങ്കിൽ അസസി നിർബന്ധമായും ഡ്യൂ ഡേറ്റിന് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ലോസ്. ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് ഒഴികെ മറ്റെല്ലാ ഹെഡിൽ നിന്നുമുള്ള ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ക്ലെയിം ചെയ്യണമെങ്കിൽ he has to file return on due date. Okay, then we have to check what about the rules regarding carry forward of losses. Head by head. First of all, house property loss. In case of house property loss, it can be carried forward to 8 years. 8
അസസ്മെൻറ്റ് ഇയേഴ്സ് ഏത് വർഷമാണോ ലോസ് നോട്ട് ചെയ്തത്, ലോസ് സംഭവിച്ചിരിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ പ്രീവിയസ് ഇയറിന് ശേഷമുള്ള 8 സാമ്പത്തിക വർഷങ്ങളിലേക്ക് ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. Bear in mind that carry forward losses can be set off only against the income from such heads. അപ്പോൾ വരുന്ന 8 വർഷങ്ങളിൽ ഉള്ള ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ് ഹൗസ് പ്രോപ്പർട്ടി ലോസസ്. ഓക്കെ, ഹിയർ ഇൻ കേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ലോസ്, filing of returns on due date is not compulsory. The next item is non-speculative business loss. As same in the case of house property loss, loss from non-speculative business can be carried forward to next 8 years. Next 8 assessment years immediately succeeding the relevant previous year. Immediately succeeding the relevant previous year. Okay. But here filing of return on due date is must. It can be adjusted in future only with the business income. Next item is speculative business loss. Speculative business loss can be carried forward to next 4 years immediately succeeding the relevant previous year. Underline the word 4 years. It can be carried forward to 4 years only, and it can be set off against the income from speculative business carried on by assessee. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസിന് ഭാവിയിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്നും ഉണ്ടായേക്കാവുന്ന പ്രോഫിറ്റുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചില കമ്പനികൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് നടത്താറുണ്ട്. പാർട്ട്ലി ഭാഗികമായിട്ട് സ്പെക്കുലേഷൻ ബിസിനസ് നടത്തുന്ന കമ്പനികളും ഉണ്ട്. ഷെയർ ട്രേഡിംഗ്, മറ്റ് സെക്യൂരിറ്റി ട്രേഡിങ്ങുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിലും സ്പെക്കുലേറ്റീവ് ഇൻകംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം ഇൻകംസ് 4 ഇയേഴ്സ് മാത്രമേ ക്യാരിഡ് ഇത്തരം ലോസ്, ഇങ്ങനെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനിലൂടെ സംഭവിച്ചിരിക്കുന്ന ലോസുകൾ നെക്സ്റ്റ് 4 ഇയേഴ്സിലേക്ക് മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. It can be set off only against the income from such kind of business. Okay. The next one is specified business. What about the case of specified business? Specified business മാറിപ്പോകാൻ പാടില്ല. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കമ്പനി സെറ്റപ്പ് ഫോർ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ഷുഗർ കെയിൻ, ഇങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസ്. ദർ ആർ ലിസ്റ്റഡ് കമ്പനീസ് ഇൻ സെക്ഷൻ 35 AD ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അതിൽ പറയപ്പെടുന്ന കമ്പനികളാണ് സ്പെസിഫൈഡ് കമ്പനീസ്. സെക്ഷൻ 35 AD ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ഇത്തരം കമ്പനികളിൽ ഇത്തരം ബിസിനസ്സുകളാണ് സ്പെസിഫൈഡ് ബിസിനസ്. സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇറ്റ് ക്യാൻ ബി ദ ലോസസ് can be carried forward to any number of years. No limit. എത്ര വർഷത്തേക്കും ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വരും വർഷങ്ങളിൽ സംഭവിക്കുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നുമുള്ള വരുമാനം ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. പ്രീവിയസ് ഇയറിൽ സംഭവിച്ചിരിക്കുന്ന ലോസ് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓൺ ഡ്യൂ ഡേറ്റ് ഈസ് മസ്റ്റ് ഓൾസോ ഹിയർ. അത് ഹൗസ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മാത്രമേ എക്സംപ്റ്റഡ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഹെഡിൻ്റെ കാര്യത്തിലും ഫയലിംഗ് ഓഫ് റിട്ടേൺ മസ്റ്റാണ്. ഓൾസോ മസ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ മസ്റ്റ് ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ലോസ് ഫ്രം ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം capital transactions. As we have already discussed in our previous video,
long-term capital loss can be set off only against with the long-term capital gain. But short-term capital loss can be set off both with the long-term capital gain as well as short-term capital gain. അതേ റൂൾ തന്നെയാണ് ഇവിടെയും. എന്നാൽ it can be carried forward to next 8 financial years immediately succeeding the relevant previous year. Filing of return on due date also must here. The next one is loss from owning and maintaining horse rice. Loss from owning and maintaining horse rice. This kind of losses can be carried forward to next 4 years, as same in the case of speculative business loss. Can be carried forward to next 4 years immediately succeeding the relevant financial year. Okay. Filing of return on due date is also must here, and it can be set off in future with the same head of income. Okay. These are the rules regarding carry forward of losses. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ എനിക്ക് സാധിച്ചു. ഇത്തരത്തിലുള്ള നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തുടരണം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.